അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ ഒരു വീഡിയോ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. കാരണം ധാരാളം വീഡിയോസ് ചെയ്തതിന്റെ ഒരു തുടർച്ചയായിട്ട് നമ്മൾ ചെയ്തതിന്റെ ഒരു കൺക്ലൂഷൻ വീഡിയോ ആണ്, അവസാനത്തെ വീഡിയോ ആണ്. ഓക്കെ, മദ്ദിന്റെ പാഠം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ലീനിന്റെ പാഠവും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് രണ്ടിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതെന്താണെന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞു തരാം. മദ്ദിന്റെ അക്ഷരങ്ങൾ മൂന്നെണ്ണമാണ്: അലിഫ്, യാ, വാവ്. അലിഫിന് മുൻപുള്ള അക്ഷരത്തിന് ഫത്ഹ്, സുക്കൂനുള്ള യാന് മുമ്പുള്ള അക്ഷരത്തിന് കസ്റ്, സുക്കൂനുള്ള വാവിന് മുമ്പുള്ള അക്ഷരത്തിന് ലൊമ്മ്. ലീനിന്റെ അക്ഷരങ്ങൾ രണ്ടെണ്ണമാണ്: വാവ്, അതേപോലെ തന്നെ യാ. സുക്കൂനുള്ള വാവിന് മുൻപ് ഫത്ഹാണ്, സുക്കൂനുള്ള യാന് മുൻപും ഫത്ഹാണ്. അപ്പോൾ ഇത് സിമിലാരിറ്റി ഉണ്ട് അല്ലെ? സിമിലാരിറ്റി ഉണ്ട്, അത് അംഗീകരിച്ചേ പറ്റുള്ളൂ. സിമിലാരിറ്റി ഉണ്ട്. അപ്പൊ ഖുർആനിൽ വരുമ്പോ സുക്കൂള്ള വാവിന് മുമ്പ് ലൊമ്മ് മദ്ദാണെന്നുള്ളത് നമുക്ക് ഓർത്തെടുക്കാനും ഇവിടെ സുക്കൂള്ള വാവിന് മുമ്പ് ഫത്ഹാണെന്നുള്ളത് കണക്ട് ചെയ്യാനായിട്ടുള്ളൊരു പ്രാക്ടീസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അല്ലെങ്കിൽ ലീൻ ഏതാണ് മദ് ഏതാണെന്നുള്ള ഒരു കൺഫ്യൂഷനിൽ അവിടെ ചെയ്യേണ്ട നിയമം നമ്മൾ ഇപ്പുറത്ത് കൊണ്ടേ ചെയ്യും. അപ്പൊ എന്തായി? നിയമം മാറി. അപ്പൊ നമ്മൾ ഈ പഠിച്ചതിന്റെ തജ്വീദിന്റെ പ്രയോജനം അങ്ങോട്ട് പോയി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ മദ്ദിന്റെയും ദീനിന്റെയും ഉദാഹരണങ്ങൾ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടി പോവാണ്. അപ്പോൾ അത് നിങ്ങൾ സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ എൻ്റെ ഒപ്പം കൂടി പ്രാക്ടീസ് ചെയ്യുക. ആദ്യം നിങ്ങൾ സ്വന്തമായിട്ട് വായിച്ചു നോക്കുക, എന്നിട്ട് ഞാൻ വായിക്കുന്ന വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് അത്രയും നിങ്ങളുടെ സ്കില്ല് വർദ്ധിപ്പിക്കാനും അത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. ഇതിന് മുമ്പുള്ള 2-3 വീഡിയോസ് കണ്ടില്ലെങ്കിലും ഈ വീഡിയോ കണ്ടാൽ അത് ബെനിഫിറ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബാബുൽ ഇൽമിന്റെ പുതുപുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ റാഷിദ് അൽ റുമാൻ. وتصفو الحياة بنور هدى وتطرب نفس. അപ്പോൾ മദ്ദിന്റെയും ലീനിന്റെയും ഉദാഹരണങ്ങൾ കൂട്ടക്ഷരത്തിൽ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പഠിച്ചാൽ മാത്രമാണ് അതിൻ്റെതായിട്ടുള്ള നിയമങ്ങൾ നമുക്ക് പാലിക്കാനായിട്ട് സാധിക്കുള്ളൂ. മദ്ദാണെന്നുണ്ടെങ്കിൽ ഒരു അലിഫിന്റെ അളവിൽ നീട്ടണം, ലീനാണെന്നുണ്ടെങ്കിൽ മയമായ ശബ്ദത്തോടുകൂടി വേഗത്തിൽ വായിക്കണം. അപ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ അത് നല്ല രീതിയിൽ നമ്മൾ അത് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. ഞാനിത് ഹിജ്ജ ചെയ്ത് തരികയോ ഒന്നും ഞാൻ നിങ്ങൾക്ക് ചെയ്ത് തരില്ല. ഈ വീഡിയോ നിങ്ങൾക്കാണ് പണി, എനിക്കല്ല. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് നോക്കുക, നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയോ മറ്റോ ചെയ്യാം നിങ്ങൾക്ക്. എന്നിട്ട് നിങ്ങൾ സ്വന്തം നോക്കുക, വായിക്കാൻ പറ്റുന്നുണ്ടോ നോക്കുക. എന്നിട്ട് ഇതിൽ ഏതാണ് മദ്, ഓരോ ഉദാഹരണത്തിൽ ഏതാണ് മദ് ഏതാണ് ലീൻ എന്നുള്ളത് നിങ്ങൾ തന്നെ തിരിച്ചറിയാം. ഓക്കെ, അപ്പോൾ ഞാൻ വായിച്ചു തരാൻ വേണ്ടി പോവാണ്. നിങ്ങൾ സ്വന്തമായിട്ട് പൗസ് ചെയ്ത് വായിച്ച് നോക്കിക്കഴിഞ്ഞതിന് ശേഷം മാത്രം കാണുക. വീണ്ടും പറയാണ്, വെറുതെ കണ്ടിട്ട് പ്രയോജനമില്ല. വായിച്ച് നോക്കിയിട്ട് നിങ്ങൾ കാണുക. ഞാൻ വായിച്ചു തരാൻ വേണ്ടി പോവാണ്. മൗഊദു, മൗഊദു. മൗ ദീനിന്റെ വാവാണ്, സുക്കൂള്ള വാവിന് മുമ്പ് ഫത്ഹ്. സുക്കൂള്ള വാവിന് മുമ്പ് ലൊമ്മ് വന്നുകൊണ്ട് മദ്ദിന്റെ വാവാണ്, നീട്ടണം, ഒരു അലിഫിന്റെ അളവിൽ നീട്ടണം. മൗഊ. ഇപ്പൊ ലീനാണെങ്കിൽ ഞാൻ ഇങ്ങനെ വരക്കാം, മദ്ദാണെങ്കിൽ ഞാൻ വട്ടത്തിലിടാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ മനസ്സിലാവുമല്ലോ. മകാന, കാ മദ്ദിൽ അലിഫ്. അലിഫിന് മുൻപുള്ള അക്ഷരത്തിന് ഫത്ഹ് വന്നിട്ടുണ്ട്, അലിഫിന് മുമ്പുള്ള അക്ഷരത്തിന് എന്ത് വന്നിട്ടുണ്ട്? ഫത്ഹ് വന്നിട്ടുണ്ട്. റാസിഖീന, റാസിഖീന. റോ മദ്ദിന് അലിഫുണ്ട്. സിഖീ മദ്ദിന്റെ യാ ആണ്, സുക്കൂനുള്ള യാന് മുമ്പ് കസറാണ്, ഫത്ഹ് അല്ല. അപ്പൊ മദ്ദിന്റെ യാ ആണ്. കൈദി, കൈദി. കൈ സുക്കൂനുള്ള യാന് മുമ്പ് ഫത്ഹ് വന്നിട്ടുണ്ട്, അപ്പൊ ഇത് ലീനിന്റെ യാ ആണ്. യറൗനഹ, യറൗനഹ. യറൗ ലീനിന്റെ വാവാണ്, വാവിന് മുമ്പ് ഫത്ഹ്. ഹ മദ്ദിന്റെ അലിഫാണ്, അലിഫിന് മുമ്പുള്ള അക്ഷരത്തിന് ഫത്ഹ്. ഹ ഒരു അലിഫിന്റെ അളവിൽ നീട്ടണം. ബി ഐദി, ബി ഐ ലീനിന്റെ യാ ആണ്, സുക്കൂള്ള യാന് മുമ്പ് ഫത്ഹാണ്. ദീ സുക്കൂള്ള യാന് മുമ്പ് കസർ വന്നുകൊണ്ട് മദ്ദിന്റെ യാ ആണ്. അപ്പൊ ഞാൻ വട്ടം ഇടുന്നത് മദ്ദായിരിക്കും, ലൈൻ വരക്കുന്നത് ലീനായിരിക്കും കേട്ടോ. അലൈ ലീനിന്റെ യാ. അലൈഹിം യസ്മഊന, യസ്മഊ സുക്കൂനുള്ള വാവിന് മുൻപ് ലൊമ്മ വന്നിട്ടുണ്ട്, അപ്പോൾ അത് മദ്ദിന്റെ വാവാണ്. ഔഹാലഹ, ഔഹാലഹ. ഇവിടെ ഒരു യാ ഉണ്ട്, ഈ യാ വായിക്കൂല കേട്ടോ, ഇത് സൈലന്റ് ആണ്, ഇവനെ വായിക്കൂല. അതിന്റെ വേറെ ചാപ്റ്റർ തജ്വീദിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറെ നിയമത്തിലാണ് ആ ഒരു പാഠം പഠിപ്പിക്കുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ ബാബുൽ ഇൽമിന്റെ 6 മന്ത് തജ്വീദിന്റെ കോഴ്സിൽ ജോയിൻ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ട്രെയിനർ ഉണ്ടാവും, നിങ്ങൾക്ക് 2 പേര് നിങ്ങൾ നോക്കാനായിട്ടുണ്ടാവും, 24 hours സപ്പോർട്ട് ഉണ്ടാവും, ഡെയിലി ക്ലാസ്സസ് ഉണ്ടാവും, എല്ലാ വിധത്തിലുള്ള സപ്പോർട്ട് അതിൽ കിട്ടും. അപ്പൊ ഇത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ട്രെയിനിങ് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഔഹാലഹ, ഔ
ലീനിന്റെ വാവാണ്. ലഹ അലിഫിന് മുമ്പുള്ള അക്ഷരത്തിന് ഫത്ഹ് വന്നുകൊണ്ട് അലിഫ് മദ്ദിന്റേതാണ്. വതൂരി സീനീന വതൂ മദ്ദിന്റെ വാവ്. സീ മദ്ദിന്റെയാ. നീ മദ്ദിന്റെയാ. അതാ ഒരു ഉദാഹരണത്തിന് 3 മദ് വന്നിരിക്കുന്നു. വതൂരി സീനീന യൗമ യറൗനഹ. യൗ ലീനിന്റെ വാവാണ്. യറൗ ലീനിന്റെ വാവാണ്. ഹാ മദ്ദിന്റെ അലിഫാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് കണ്ട് തിരിച്ചറിയാനായിട്ട് സാധിക്കണം. ആ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ സ്കില്ല് വർദ്ധിപ്പിക്കണം, എങ്കിലേ പഠിച്ചതിൽ പ്രയോജനമുള്ളൂ. ഈ മദ്ദും ലീൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധമായ ഖുർആനിൽ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള നിയമമാണ് കേട്ടോ. നിങ്ങൾ നിസ്സാരമായിട്ട് കാണല്ലേ, ഭയങ്കര സിമ്പിളാണ്. നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്കിത് പ്രത്യേകം പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഖുർആനിൽ ഒരു പേജിൽ പോലും മദ്ദും ലീനും പോവാത്തതായിട്ടില്ല. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് ഇത് മനസ്സിലാവാനായിട്ടുള്ള ഒരു സിമ്പിൾ ട്രിക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാണ്. നിങ്ങൾ ലീനിന്റെ പാഠം മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. സുക്കൂനുള്ള വാവിന് മുൻപും ഫത്ഹ്, സുക്കൂനുള്ള യാഇന് മുൻപും ഫത്ഹാണ്. 2 സ്ഥലത്ത് ഫത്ഹാണ്. ഇതല്ലാതെ വേറെ വാവോ യാവോ നിങ്ങൾ കണ്ടാൽ അത് മദ്ദായിരിക്കും. മനസ്സിലായോ? മദ്ദും യായും ഓർക്കണ്ടേ നമ്മളിങ്ങനെ. നിങ്ങൾക്ക് തുടക്കക്കാരെ ഇതിന്റെ വലിയൊരു പ്രയാസം ഉണ്ടാവും. ഞാൻ ടിപ്പ് ഒന്നുകൂടെ പറയാണ്. ലീനിന്റെ പാഠം മാത്രം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. കാരണം അതിൽ 2 ഫത്ഹ, സുക്കൂനുള്ള യാഇന് മുൻപും വാവിന് മുൻപും ഫത്ഹാണ്. ഇതല്ലാത്ത ഏത് വാവും യാവും സുക്കൂനായിട്ട് വന്നാൽ അതിന് മുമ്പുള്ള എന്ത് ഹർക്കത്താണോ മൈൻഡ് ചെയ്യേണ്ട അത് മദ്ദായിരിക്കും. ഇതേപോലുള്ള ധാരാളം ടിപ്പുകളൊക്കെ നമ്മളുടെ 6 മന്ത് തജ്വീദ് കോഴ്സിൽ ഞാൻ പറഞ്ഞില്ല, ഒരു പേഴ്സണൽ ട്രെയിനറൊക്കെ ആയിട്ട് അതിലെല്ലാം ധാരാളം ടിപ്സും ട്രിക്സ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ റമദാൻ മാസം കുറച്ചുകൂടി ഉള്ളൂ അടുക്കാനായിട്ട്, വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുക. നമ്മുടെ ടാർഗറ്റ് റമദാൻ എന്നുള്ള ഈ സീരീസ് തീരാറായി. ഇനി വെറും 3 വീഡിയോസും കൂടി ഉള്ളൂ. അതും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സീരീസ്, ഈ എപ്പിസോഡ്സ് നമ്മൾ അവസാനിപ്പിക്കാനായിട്ട് പോവാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മാക്സിമം ഷെയർ ചെയ്യാൻ മറക്കരുത്. സ്റ്റാറ്റസ് ഇടുക, ഫാമിലി ഗ്രൂപ്പിൽ എല്ലാം ഇടുക, എല്ലായിടത്തും ഷെയർ ചെയ്യുക. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. حار لبي ما شاء